നമസ്തേ, വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഓൺലൈൻ സർവീസുകളെ കുറിച്ചിട്ടും പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആയാലും അർദ്ധ ഗവൺമെൻറ്റിൻ്റെ ആയാലും പ്രൈവറ്റ് ആയിട്ടുള്ള ജോബ് അവസരങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് പറയുക മാത്രമല്ല, നമ്മുടെ മൊബൈൽ ഫോൺ വഴി എങ്ങനെ ഇതിനെ അപേക്ഷിക്കാം എന്നതിനെ കുറിച്ചിട്ടൊരു ഡെമോയും നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഈ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഒരു കേരള സർക്കാർ തൊഴിലവസരത്തിനെ കുറിച്ചിട്ടാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ്, ഇതിൻ്റെയാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഫാം വർക്കറായിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് പറഞ്ഞ ശമ്പളം എന്ന് പറയുന്നത് 16,500 മുതൽ 35,700 വരെയാണ്. പിന്നെ ഇതിലേക്ക് ആകെ നിലവിൽ 3 വേക്കൻസിയാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴിയാണ് ആളെ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. അത് മാത്രമല്ല OBC SC ST കാർക്കൊക്കെ ഗവൺമെൻറ് കൊടുക്കാറുള്ള ഏജ് റിലാക്സേഷനും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് SC STക്ക് 5 വർഷം, OBCക്കാർക്ക് 3 വർഷവും. പിന്നെ ഇതിനെ അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് നമ്മൾ 8ാം ക്ലാസ് പാസ്സായിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 18/5/2022 ആണ്. അതായത് അടുത്ത മാസം മെയ് മാസം 18-ാം തീയതി വരെ നമുക്കിത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് അപേക്ഷിക്കുന്നത് കേരള PSCയുടെ വെബ്സൈറ്റ് വഴിയാണ്. അപ്പോൾ അതിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർ നമ്മുടെ സൈറ്റ് ലോഗിൻ ചെയ്തിട്ട് അതിലെ നോട്ടിഫിക്കേഷൻ്റെ അവിടെ ഈ കാറ്റഗറി നമ്പർ, അതായത് 55/2022 ഈ കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷിക്കാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് എല്ലാവരും ഇന്ന് തന്നെ ഈ ഒരു കാറ്റഗറി നമ്പറിൽ ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കുക. ആകെ 3 ആളേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കാണ്ടിരിക്കരുത്. ചിലപ്പോൾ 3 ആളിൽ ഒരാൾ നിങ്ങളാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും അപേക്ഷിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.